ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. ഹായ് കേസ് പുതിയൊരു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റുമിനിയുടെ പാക്ക് ഓപ്പൺ. വീഡിയോയിലേക്ക് നമ്മുടെ പാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടില്ല എന്നല്ല, നമ്മുടെ ഫ്രണ്ട് ഒരുത്തൻ ഇന്ന് രാവിലെ കറക്കി, ഇപ്പം കറക്കി, സമയം പാകത്രയുള്ളൂ, കറക്കി. എൻ്റെ പൊന്നോ, ഒറ്റ ട്രയൽ 3 പേര് കൈസ്, ഒറ്റ ട്രയൽ. നോക്കണേ, ജസ്റ്റ് ഒന്ന് നോക്കണേ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഓക്കെ ഗൈസ്, അപ്പം അവന് 100 കോയിൻസിൻ്റെ ഇത് വെക്കുന്നുണ്ട്. 3 പേരിനെ ഉണ്ടെന്ന് ഒറ്റ ട്രയൽ. ഓക്കെ എൻ്റെ മോനെ, ഇപ്പം രാവിലെ ഇവൻ വീഡിയോ അയച്ചെന്നാണ് അത് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിപ്പം. ഞാൻ ചോദിച്ച സംഭവം എന്താണെന്നൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല ഓപ്പൺ ചെയ്യാൻ പറ്റിയ. അല്ല, ഇങ്ങനെ ഒരു പാക്ക് ആരും ഓപ്പൺ ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ നോക്കട്ടെ ഗൈസ്. 900 കോയിനിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ മോനെ ബ്ലാക്ക് ആനിമേഷൻ. എൻ്റെ ഗൈസ് ഒരു സീനാട്ടോ, ഒരു സീനാണ്. എൻ്റെ മോനെ ഫസ്റ്റ് റുമിനെ കാണിച്ചു. അപ്പം തന്നെ ഏകദേശം റുമിനിക്ക് കിട്ടി ഗൈസ്, റുമിനിക്കിനെ കിട്ടി ഈ പാക്കിൽ. ഇനിയിപ്പോൾ ഈ പാക്ക് ഓപ്പൺ ചെയ്യണമെന്നില്ല, കാരണം റുമിനിക്ക് നമുക്ക് കിട്ടിയല്ലോ. ബാക്കിയുള്ള പ്ലേയേഴ്സ് നമുക്ക് കിട്ടണം നിർബന്ധമൊന്നുമില്ല. റുമിനിക്ക് നമുക്ക് എന്തായാലും കിട്ടി. രക്ഷപ്പെട്ട് മറ്റേ നിൽക്കില്ല. റുമിനിക്ക് കൺഫേംഡ്. അപ്പോൾ ബ്ലാക്ക് ആനിമേഷനിൽ ഇനി ഒരു പ്ലെയറും കൂടി ഉണ്ട്, 2 പ്ലെയർ കിട്ടുമല്ലോ ബ്ലാക്ക് ആനിമേഷൻ പൊതുവെ വന്നതിനാണ്. ഓക്കെ സോ രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തെ ഹോണപ്പ് എന്നല്ലേ പേര് പറയാം, എനിക്കറിയില്ല. ഒരുമാതിരി വേറെന്തോ പേര് പോലും ഉണ്ട് വിളിക്കുമ്പോൾ. സോ രണ്ടാമത്തെ ആനിമേഷൻ കൂടി കിട്ടി. എൻ്റെ മോനെ ഇത് ചാതിടാ, ഹോണപ്പിന് കിട്ടി. ഓക്കെ, ഇനിയാണ് കളി വരാൻ പോകുന്നത്. എൻ്റെ പൊന്നോ, നമുക്ക് സീന് പറഞ്ഞ സീന് ഒരു രക്ഷയില്ലാത്ത കിടിലൻഡ്രോ. പിസാറോനെ കിട്ടി ഗൈസ്. ഒരു ജാതി ഡ്രോ ഗൈസ്, ഒരു ജാതി ഡ്രോ. ഇങ്ങനത്തെ ഒരു ഡ്രോ ഈ ഒരു പാക്കിൽ വേറൊരാൾക്കുണ്ടാവില്ല എന്നുള്ളത് ഷുവർ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റുമി വന്നിരിക്കുകയാണ്. പലർക്കും ചിലപ്പോൾ കോയിൻസ് മുടക്കിയിട്ട് റുമിന് കിട്ടൂല. കോയിൻസ് ഒക്കെ പൊട്ടിക്കുന്നവരുണ്ടാവും, കുറച്ച് കോയിൻസ് ഒക്കെ. ചെറിയ വലിയ കോയിൻസ് ഒക്കെ ആണെങ്കിൽ വലിയ പൈസ വേണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഒരു അക്കൗണ്ട് വാങ്ങാം. ഒരു അക്കൗണ്ട് വാങ്ങാൻ പറ്റിയ നല്ലൊരു സ്റ്റോറാണ് റുമി ഈ ഫുട്ബോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വാട്സപ്പിലുള്ള ഒരു സ്റ്റോറാണ്. അതൊരു കിടില സ്റ്റോറാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇപ്പം അക്കൗണ്ടൊക്കെ വാങ്ങാണെന്ന് നിങ്ങൾ കറക്കിക്ക് നിങ്ങൾക്ക് റൂമിന് കിട്ടണമെന്നില്ല. 10,000-15,000 കോയിൻ വെച്ച് തരും. പക്ഷേ നിങ്ങൾ നേരെ മറിച്ച് ഇതിൽ പോയിട്ട് ഒരു അക്കൗണ്ട് വാങ്ങുകയാണെങ്കിൽ റൂമിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ കളിപ്പിക്കൂലേ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു പർച്ചേസ് നിങ്ങൾ എൻ്റെ സ്പിനാച്ച് മീഡിയ സബ്സ്ക്രൈബേഴ്സ് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഒരു ലക്കി വിന്നറിന് ഒരു റൂമിയുള്ള അക്കൗണ്ട് ഗിവ് അവേ ആയിട്ട് കൊടുക്കും. പർച്ചേസ് ചെയ്യുന്നവർക്കാണ്, വെറുതെ കൊടുക്കാനുള്ള ഉദ്ദേശമില്ല. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലാണ് നമ്മളൊരു ഇത് കണ്ട. അപ്പം നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ഒരു അക്കൗണ്ട് വേണം, 2 പേർക്ക് അക്കൗണ്ട്, 2 പേർക്ക് ക്യാഷ്. അപ്പം 2 പേരും പോയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യുക, ഇത് വെയിറ്റ് ചെയ്യുക, കിട്ടുമോ നോക്കിയിട്ട്. അപ്പം ചിലപ്പോൾ ഗിവ് അവേ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് ആ ഒരു ഒറ്റ അക്കൗണ്ടിൻ്റെ ക്യാഷ് കൊണ്ട് കിട്ടിയില്ലേ. അപ്പം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് വാങ്ങാണ്ടെങ്കിൽ അക്കൗണ്ട് വാങ്ങുക. കൂട്ടുകാരോടൊക്കെ പറയാം വെയിറ്റ് ചെയ്യല്ല, ഗിവ് അവേ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൂടുതല കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്, പണി കിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ. അപ്പം എന്തായാലും വീട്ടിൽ പോവാം. ഹായ് ഗൈസ്, പുതിയതിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രാവിലെ 8 മണി അടുപ്പിച്ചായിട്ടുള്ളൂ. ഈ സമയത്ത് തന്നെ ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമുള്ളൂ. ഞാനും കണ്ടിട്ടില്ല, നിങ്ങൾ കാണേണ്ട ഒപ്പരം കാണാൻ കരുതി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ കൂടെ ഒപ്പരം കാണാൻ കരുതി. വന്നിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയണത്. ഗൈസ് അപ്പം ഇതാരാടാ വരുന്ന പിസാരോ റുമിനിക്ക് ഇവര് 3 പേരെ പാക്കാണ് വന്നത്. എനിവേ ഗൈസ്, അപ്പം നമുക്ക് 6500 കോയിൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ഡ്രോ ചെയ്യണം, എന്നിട്ട് കിട്ടണം എന്നുണ്ട്. 6500 6000 കോയിൻസ്. അപ്പം സോറി ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് ട്രൈയിലേക്ക് പോവാം. Here we go for the first try. What is that? It's a base card. Demeria അല്ലേ? ഓക്കെ, അപ്പോൾ 5000 കോയിൻസ് ബാക്കി. അപ്പോൾ ഇനി ഒരു 100 കോയിൻ്റെ സാധനം കറക്കാം. ഇറ്റ്സ് അല്ല നമ്മളെന്തായാലും കിട്ടുന്നവരെ നമ്മൾ ഏകദേശം കറക്കും കഴിച്ചു. ഈ ഒരു 5000-ലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും പോകണം. എന്തായാലും റൂമിനിങ്ങിൻ്റെ കാണണം ഈ ആനിമേഷനിൽ. ഓക്കെ, നെക്സ്റ്റ് ട്രൈയിലേക്ക് പോകാം ഗൈസ്.
അതൊരു ബേസാണ്. റോജോ. ഓക്കെ അപ്പം നെക്സ്റ്റ് ഒരു 900 ഒരു ട്രൈ എടുക്കാം. റുമിനിഗി പ്ലീസ്, റുമിനിഗി പ്ലീസ്, റുമിനിഗി പ്ലീസ്, റുമിനിഗി പ്ലീസ്, റുമിനിഗി. എടാ എന്തൊരു മനുഷ്യന്മാരാടാ ഇവര്. ഹൈലൈറ്റ് കാർഡ് ജോൺസണ് കിട്ടി ഗൈസ്. ഒരു ഹൈലൈറ്റ് കാർഡ്, പിന്നെ ഒരു നല്ല ബേസ് കാർഡ് കിട്ടി. ഹിയർ വി ഗോ. 100 coins ട്രൈ. നിങ്ങൾ കണ്ടോളൂ ആദ്യം. അല്ല, യെസ് ബോയ്, ബോയിനെ കിട്ടി ഗൈസ്. ഒരു 100 coinsൽ കുറച്ചും കൂടി കറക്റ്റല്ലേ, എന്നിട്ട് ഇടുക. നെക്സ്റ്റ് ട്രൈയിലേക്ക് പോവാം. ഹിയർ വി ഗോ. എടാ കൊനാമി ചാ ചാ മൂഞ്ചിച്ച, കൊനാമി മൂഞ്ചിച്ച. 100 ഡ്രോയിൻ്റെ ഒരു കൈയാണ്. റോമി വാ വാ വാ, എന്തേ നിനക്കൊരു പിണക്കം. ഓക്കെ അപ്പം നെക്സ്റ്റ് ട്രൈയിലേക്ക് പോവാം. 100 coins. ഹിയർ വി ഗോ. നെക്സ്റ്റ് ട്രൈ. വാടാ കുട്ടാ. റുമി നീ ആ പറ്റിക്കല്ലേ. റുമി വാ. Here we go. ഇതും ബേസ്. അട്ടർ ബേസ് ആണല്ലോ വരുന്നത്. അട്ടർ ബേസ്. ഈ ഒരു അക്കൗണ്ടിൽ എനിക്കൊന്ന് കുറച്ചു മുമ്പാണ് ഒരു അക്കൗണ്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ കിട്ടി. അപ്പോൾ ഒരു പ്രോബിലിറ്റി കുറയുന്നതാണ് ശരിക്കും. അറിയില്ല കിട്ടുമെന്നുള്ളതൊന്നും. നോക്കാം ഗൈസ്. പോയി നമുക്ക് എന്തായാലും ഇത് പൊക്കണം ഗൈസ്. റൂമിനെ എന്തായാലും ഇത് പൊക്കണം എന്നുണ്ട്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോടാ. എല്ലാവരും പറയുന്ന പോലെ 10,000-20,000 കോയിൻ ഉണ്ടായാലോ നടക്കും. അതും ഹൈലൈറ്റ് കാർഡ് CD കെട്ടിലറിയാമല്ലോ. എടാ സങ്കടാമ്രാ, എന്തെല്ലോ ആമ്രാ, ടെൻഷൻ ആമ്രാ. 100 coins അഗെയിൻ. 100 coins കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. വൈറ്റ് ആണ്. ഇറ്റ്സ് എ ബേസ് കാർഡ്. ഇനി ഒരു 200 coins കൂടി പൊട്ടിച്ചിട്ട്, അല്ല ഒരു 300 coins കൂടി പൊട്ടിയ ശേഷം ഒരു 900 ട്രൈയിലേക്ക് പോകാം ഗൈസ്. അഗെയിൻ 100 coins. Here we go. സൂര്യന്റെ വിളിച്ചുണ്ട്. റുമി വാ. എന്റെ മോനെ സഫാനെ, ഇന്ത പാക്ക് നീ കുറച്ച് വേർക്കുന്ന് പറഞ്ഞില്ല എന്നോട്. സത്യം ഇന്ന് ഈ പാക്ക് നമ്മൾ കുറച്ച് വേർക്കും മോനെ ഗൈസ്. ഇനി ഈ ഒരു ഡ്രോയിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഡ്രോ ആണ് വരാൻ പോണത്. 900 coinsന്റെ ഒരു ഡ്രോയിലേക്ക് ഞാൻ പോകാൻ പോണ്. ഇതിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യമായിരിക്കും. ഇതിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഡ്രോയിൽ വല്ലതും കിട്ടിയാൽ പോകും ഗൈസ്. നമുക്ക് നിങ്ങൾ കണ്ടാൽ മതി, ഞാൻ കാണുന്നില്ല. Here we go. എന്തായിരുന്നു ഓല്ലേ ഹൈലൈറ്റ് കാർഡ് ഗൈസ്. ഹൈലൈറ്റ് കാർഡ്. എന്താ ഇപ്പം അവസ്ഥ? ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ട് നോട്ടെ. 2 ഹൈലൈറ്റ് കാർഡ്സ് കിട്ടി. 2 അല്ല 3 ഹൈലൈറ്റ് കാർഡ്സ് കിട്ടി. 3 ഹൈലൈറ്റ് കാർഡ് കിട്ടി. ഒന്നിനും കൊള്ളാത്ത ഇപ്പം നമ്മള്. അഗെയിൻ ഇറ്റ്സ് ബേസ് കാർഡ് ഗൈസ്. ഇറ്റ്സ് ഒരു ബേസ് കാർഡാണ്. ഒരു 900 ടൈം കൂടി ഇട്ടാലോ ഗൈസ്. ഒരു 900 ട്രൈയും കൂടി ഇട്ടാലോ. വല്ല ഭാഗ്യം കിട്ടിയാലോ. എന്റെ മോനെ ഹൈലൈറ്റ് പോലില്ല. 100 coin. It's a like. Please. Rumi. Please, Rumi. Guys, please, Rumi. ഈ ചങ്ങയ്യ ബോണവാ. എന്തായാലും റൂമിനെ പൊക്കോടാ. ശരിയാവില്ല. ഓണപ്പ് റൂമിനെ പൊക്കണം ഗൈസ്. നെക്സ്റ്റ് ട്രൈ. Here we go for the next try. ഇല്ല. റൂമി നൈസ്. റൂമിനെ കിട്ടിയതിനു ശേഷം ഞാൻ സന്തോഷിച്ച് അങ്ങ് എത്തിയതാ. 700 coins ഗൈസ്. ഓക്കെ, here we go. നെക്സ്റ്റ് ട്രൈയിലേക്ക് പോയിട്ടുണ്ട്. ഇല്ല. എപ്പിക്ക് അടിച്ചു, പക്ഷേ സന്തോഷമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? നമുക്ക് റുമീനെയാണ് വേണ്ടത്.
അവൻ്റെ അവസ്ഥ നമുക്ക് അറിയില്ല ഗൈസ്. പക്ഷെ നമുക്ക് എന്ത് വലിയ പ്ലെയർ ആയാലും റുമിയാണ് ഇവിടെ നമുക്ക് വാല്യൂ കൂടുതൽ. അപ്പം റുമീനെ കിട്ടുന്നത് വരെയാണ് നമ്മൾ കറക്കുന്നത്. അല്ല കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ഒരു വാല്യൂ ഫോർ മണി ആകുന്നത്, ഈ കോയിൻസ് പോയത്. പക്ഷേ ഗൈസ് ഒരു 400 ട്രൈയും കൂടി ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എന്തോ അടിക്കുമെന്ന് വിചാരിച്ചു, സംഭവമല്ല പറ്റിക്കുക. ഗൈസ് 3 ട്രൈയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കോയിൻ നോക്കാം. എന്തുണ്ടെങ്കിലും 3 ട്രൈയിൽ ഏതെങ്കിലും രണ്ടാമത്തെ ട്രൈയിലായിട്ട് കിട്ടിയാലോ. എൻ്റെ മനസ്സങ്ങനെ പറയുന്നത് രണ്ടാമത്തെ ട്രൈയിൽ കിട്ടും. 205 കോയിൻസിൽ കിട്ടും. എനിക്ക് ഉറപ്പേനും കിട്ടുന്നുണ്ടെങ്കിൽ എപ്പിക്ക് കിട്ടിയാൽ എനിക്ക് റൂമിനെ തരില്ല എനിക്ക് ഉറപ്പേനും. കള്ളപ്പന്നികൾ. ലാസ്റ്റ് ട്രൈ ഈ ഒരു സീരീസ് ലാസ്റ്റ് ട്രൈ ഐസ് ഓൾസോ എ ബേസ് കാർഡ്. ഷിറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് ബാക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഫ്രണ്ട് 3 ഒറ്റയ്ക്ക് ബാക്ക് ചെയ്ത് നമുക്ക് ഐക്കോണിക്ക് ബാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതോടെ നിർത്തി. അല്ല ഗൈസ്, വരും, വീഡിയോ വരും, പാർട്ട് 2 ഉണ്ട്, വന്നിരിക്കും. ഇപ്പം കോയിൻസ് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് അണ്ണവിലപ്പെടാം, അതങ്ങനെ വരും. അപ്പം എന്തായാലും ഗൈസ് നമ്മൾ വീഡിയോ വരും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാത്തിക്കുക. ബൈ.